സദസ്സിന് വന്ദനം. പ്രകൃതിയും മനുഷ്യനും നേർക്കുനേർ. പ്രകൃതി നമുക്ക് അമ്മയാണ്, അമ്പയാണ്. പ്രകൃതിയെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സ്വന്തം അമ്മയെ നശിപ്പിക്കുക എന്നാണ് അർത്ഥം. എന്നാൽ നദിയിൽ കുറുകെ കെട്ടിയുണർത്തിയ അണക്കെട്ടുകൾ, കരയിലും വെള്ളത്തിലും അന്തരീക്ഷത്തിലും വരെ മത്സരിച്ച് പായുന്ന വാഹനങ്ങൾ, എന്തിനേറെ പറയുന്നു അമ്മയുടെ മുലപ്പാലിൽ വരെ DDT എന്ന വിഷവസ്തുവിൻ്റെ സാന്നിധ്യം ആധുനിക ലോകത്തെ ഞെട്ടിപ്പിച്ചിരിക്കുന്നു. ഇനി പ്രകൃതിയും മനുഷ്യനും നേർക്കുനേർ വരുന്ന ചില സംഭവ വികാസങ്ങൾ നമുക്ക് ഓർക്കാം. വയനാട് എന്ന ദുരന്തഭൂമി. മറ്റ് ഏതൊരു ദുരന്തത്തെക്കുറിച്ചും ആത്മവിശ്വാസത്തോടെ സംസാരിക്കാൻ സാധിക്കുന്നുവെങ്കിൽ വയനാടിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ തൊണ്ടയിടറാതെ സംസാരിക്കാൻ നമുക്ക് കഴിയുകയില്ല. കാരണം രാവും നിരട്ടി പിറന്നപ്പോഴേക്കും കളിപ്പാവകളോടൊപ്പം പാൽമണം മാറാത്ത പിഞ്ചു കുഞ്ഞുങ്ങളുടെ ശവശരീരങ്ങളാണ് ആ ചെളിക്കുണ്ടിൽ പുഴുന്നുപോയത്. അസംഖ്യമായ അനാഥത്വങ്ങൾ. ഇനി അമേധ്യവും പ്ലാസ്റ്റിക്കും നിറഞ്ഞ ആ മലിനജലത്തിലേക്ക് നമ്മൾ ജോയിയെ പറഞ്ഞു വിട്ടു, ഒരു സുരക്ഷാ മാസ്ക് പോലും ഇല്ലാതെ. പ്രകൃതിയും മനുഷ്യനും നേർക്കുനേർ വരുന്ന മറ്റൊരു സംഭവം. 2018 നമ്മൾ പ്രളയം നേരിട്ടവരാണ്. ഇതിൽ പരം വലിയൊരു ഉദാഹരണം നമുക്കില്ല. ഇത്തവണയും പ്രളയഭീതിയെക്കുറിച്ച് നാം ഭയചകിതരായിരുന്നു. പക്ഷേ എന്താണ് ഇതിനെല്ലാം കാരണം? നമ്മുടെ തന്നെ പ്രവൃത്തികളുടെ പരിണിത ഫലമാണ് നാമും പ്രകൃതിയും ഇത്തരത്തിൽ നേർക്കുനേർ വരാനുണ്ടാകുന്ന സാഹചര്യങ്ങൾ. ഇന്ന് നൂതന സാങ്കേതിക വിദ്യകളുടെ കാലമാണ്. പണ്ട് ആ അമ്മ, ആ ആന എന്ന് പഠിച്ചിരുന്ന നാം ഇന്ന് A for Apple, I for Instagram, F for Facebook എന്ന് പഠിക്കുന്ന കാലഘട്ടമാണ്. ഫാസ്റ്റ് ഫുഡിനോട് പ്രിയമേറുന്ന ഒരു കാലഘട്ടം. ഭരണ സംവിധാനത്തെയും ഭരണാധികാരികൾ നാം കുറ്റപ്പെടുത്തുമ്പോൾ വ്യക്തിഗത നിലയിൽ നിന്നാണ് നാം മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത് എന്ന കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ഏത് ദൂസര സങ്കല്പത്തിൽ വളർന്നാലും, ഏത് യന്ത്രവൽകൃത ലോകത്തിൽ പുലർന്നാലും മനസ്സിലുണ്ടായിരിക്കട്ടെ ഗ്രാമത്തിൻ മണ്ണും മമതയും ഒരിത്തിരി കൊന്നപ്പൂവും. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഇനിയും സമയമുണ്ട്, എന്ത് വേണമെങ്കിലും പറഞ്ഞോ ഈ വിഷയത്തെ പറ്റി. കാരണം നമ്മൾ വളരെയധികം പ്രാധാന്യമുള്ള വിഷയമാണ്. താങ്കളുടെ അഭിപ്രായങ്ങൾ, താങ്കൾ ഏത് രീതിയിലാണ് ഇത് ഇനി ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്, പരിഹാരങ്ങളും കൂടി ഒന്ന് അവതരിപ്പിക്കാമോ? പരിഹാരങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഒരു തൈ നടുന്നത് ഒരു തണൽ നടുന്നത് പോലെയാണ്. അപ്പോൾ നാം എല്ലാവരും നമ്മുടെ പൂർവികർ നമുക്ക് വേണ്ടി നട്ടതുപോലെ നാമും നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടി മാറ്റിവെക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മുടെ പൂർവ്വപിതാക്കന്മാരെല്ലാം പ്രകൃതി സ്നേഹികളായിരുന്നു. നൂറ്റാണ്ട് കാലത്തിനും കാലത്തിനും മുൻപ് 1893 ദക്ഷിണേന്ത്യയിലെ റെയിൽവേ സ്റ്റേഷനിൽ തൊലി കറുത്തുപോയ പാതകത്തിന്റെ പേരിൽ വെള്ളക്കാരനാൽ ചവിട്ടി പുറത്താക്കപ്പെട്ട ഒരു കേവല സാധാരണ മനുഷ്യനുണ്ടായിരുന്നു, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. വിട്ടിട്ടിറങ്ങി നാട്ടിലേക്ക് പോകാതെ തിരിച്ച് അതേ നാട്ടിൽ കറുത്തവന് വേണ്ടി കൊടിപിടിക്കാൻ ഉറച്ച തീരുമാനമെടുത്ത ആ ചരിത്ര നിമിഷമാണ് അദ്ദേഹത്തെ മഹാത്മാഗാന്ധിയാക്കിയത്. അദ്ദേഹം വലിയൊരു പ്രകൃതി സ്നേഹിയായിരുന്നു. പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള നിരവധി ഉപായങ്ങൾ അദ്ദേഹവും പറഞ്ഞിരുന്നു. ഇന്നത്തെ ജനനേതാക്കളും ജനപ്രതിനിധികളുമെല്ലാം രാഷ്ട്രീയത്തിലും സാമ്പത്തിക ഖജനാവിലുമാണ് അവരുടെ കണ്ണ്. അല്ലാതെ പ്രകൃതിയെ സംരക്ഷിക്കുവാനും അതുവഴി നമ്മുടെ നാടിൻ്റെ ആരോഗ്യത്തെ വീണ്ടെടുക്കുവാനുമുള്ള പ്രവർത്തികൾ അവരുടെ ഭാഗത്തുനിന്ന് നാം കാണുന്നില്ല. മാത്രമല്ല, നമ്മൾ നിരവധി എയർ പൊല്യൂഷൻ ആക്ട്, വാട്ടർ പൊല്യൂഷൻ ആക്ട്, അങ്ങനെ മലിനീകരണത്തിൻ്റെ ആക്ടുകളെ കുറിച്ച് നമുക്ക് സുപരിചിതമാണ്. പക്ഷേ ഇവയെ സംരക്ഷിക്കാനുള്ള നിയമ നടപടികളാണ് നാം എടുക്കേണ്ടത്. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.